നമസ്കാരം. സിനി ന്യൂസിലേക്ക് സ്വാഗതം. മേൽശാന്തിയിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് വന്ന കബോധൻ ശ്രീധരൻ നമ്പൂതിരിയെ പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മേൽശാന്തിയിൽ നിന്നും ആദ്യമായിട്ടായിരിക്കും ഒരാൾ സിനിമയിലേക്ക് എത്തുന്നത്. അതേ പറ്റിയിട്ടുള്ള സാറിൻ്റെ അഭിപ്രായം എന്താ? ശരിക്ക് ഞാൻ തളിപ്രമ്പ് രാജരാജ ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, 2 ക്ഷേത്രങ്ങളിലെയും മേൽശാന്തി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ മേൽശാന്തി എന്നുള്ളത് ശരിക്കും നമുക്ക് പരശുരാമൻ നേരിട്ട് തന്ന അധികാരമാണ്. ആ അധികാരത്തിൽ നമ്മളെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആൺകുട്ടി ഈ 2 ക്ഷേത്രങ്ങളിലും മേൽശാന്തിമാരെ അവരോധിച്ചു എന്നുള്ളതാണ് സാധാരണ അങ്ങനെ പറയുക. അപ്പോൾ ആൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ മേൽശാന്തിമാരായി. പിന്നെ അത് മാത്രമല്ല, മേൽശാന്തി നമ്മൾ തറവാട്ടിൽ ഒരുപാട് പുരുഷ സന്താനങ്ങളുണ്ട്. അവരൊക്കെ മേൽശാന്തിമാരായി രാജരാജേശ്വരനെ പൂജിച്ച് അവിടുത്തെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് എന്ത് കാര്യത്തിനും നമ്മൾ പുറത്തിറങ്ങുക. അവിടുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒരു പൊന്നുംകുടം വെച്ച് സമർപ്പിച്ച് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട്, വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. ഇതുവരെ ഉണ്ടായതും അതുതന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ പഠനം അത് മേൽശാന്തി കുടുംബമായി. പിന്നെ അത് കൂടാതെ പഠിച്ച് SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി കഴിഞ്ഞ് അധ്യാപകൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ അധ്യാപകനായി കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ കഴിഞ്ഞ 32 വർഷമായി മലയാളം അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. അതാണ് എൻ്റെ ഒരു മേൽശാന്തി കഴിഞ്ഞ് ബേസിക്കലി അധ്യാപകനും കൂടിയാണ് ഞാൻ. ഇപ്പോൾ അഭിനേതാവ് അതെ, അതൊരു പാഷനായിട്ട് എടുത്തിരിക്കുക അഭിനേതാവ് എന്നുള്ളത്. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഈ പേരിൽ കബോധൻ എന്നുള്ളത്? കബോധൻ എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. കബോധൻ ഇല്ലം. പണ്ട് നമ്പൂതിരിമാരുടെ വീടിനെ ഇല്ലം എന്നാണ് അറിയപ്പെടുക. അപ്പോൾ കബോധൻ ഇല്ലം, കബോധൻ എന്നുള്ളത് എൻ്റെ കുടുംബ പേരാണ്. പിന്നെ എന്താ വെച്ചാൽ, ഈ അധ്യാപകന ജീവിതത്തിൽ അതിന് മുമ്പേ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അഭിനയം എന്നുള്ളത് എൻ്റെ ഒരു ബ്ലഡിലുള്ള സാധനമാണ്. 7ാം ക്ലാസ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അവിടെയാണ് ആദ്യമായിട്ട് നാടകം ഞാൻ അഭിനയിച്ചത്. അവിടുന്ന് പിന്നെ 10ാം ക്ലാസ്സിലെത്തി. പിന്നെ പ്രീ ഡിഗ്രിക്ക് വന്നു, ട്രെയിനിങ് സ്കൂൾ വന്നു. പിന്നെ ഇതേ സ്കൂളിൽ തന്നെ എല്ലാ കൊല്ലവും വാർഷികാഘോഷത്തിന്, സ്കൂളിൽ റിട്ടയർമെൻറ്റും വാർഷികാഘോഷവും ഉണ്ടാവും. എല്ലാ കൊല്ലവും ഇപ്പോൾ പഠിപ്പിക്കുന്ന ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ ഞാൻ എല്ലാ കൊല്ലവും നാടകം ചെയ്യാറുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ നാടകം ചെയ്യാറുണ്ട്. ആ ഒരു ഫ്ലോറാണ്, ആ സ്കൂളിൻ്റെ ഫ്ലോറാണ് എന്നെ ഇത്രയും പറയാനും ഇത്രയും അഭിനയിക്കാനും എന്നെ രംഗത്തേക്ക് എത്തിച്ചതെന്ന് എനിക്ക് പറയുന്നതിന് പ്രയാസമില്ല. അത്രയും സന്തോഷമാണ് എനിക്കവിടെ. ആ നാട്ടുകാരുടെ, എൻ്റെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ടാണ് ഇത്രയും അഭിനേതാവായി രംഗത്ത് വരാനുള്ള കാരണം ഉണ്ടായത്. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഒരുപാട് മനസ്സിനെ സ്പർശിച്ച ഒരു കഥാപാത്രം, മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആദ്യം അഭിനയിച്ചത്, ഞാൻ നാടകങ്ങൾ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ചെയ്തത് ഒരു ഷോർട്ട് ഫിലിമാണ്. തൃക്കരിപ്പൂർ ബേസ് ചെയ്തിട്ട് AK കുഞ്ഞിരാമൻ പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയും സംവിധാനത്തിൽ മെതിയഡ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. അത് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞുകൂടാ, ഒരു സിനിമ സ്റ്റൈൽ തന്നെയാണ്. ഒരു 45 മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിം. ആദ്യമായിട്ട് എന്നെ ഈ അഭിനയ രംഗത്തേക്ക് എത്തിച്ചത് ഈ AK കുഞ്ഞിരാമൻ പണിക്കരും ഞാനും തമ്മിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു സംസാരത്തിൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ക്ഷണിച്ചു, അവിടെ പോയി. അതാണ് ആദ്യത്തെ എൻ്റെ ഒരു അഭിനയം എന്ന് ആ ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിൽ എനിക്ക് ഏറ്റവും നല്ല നടനുള്ള സ്വഭാവ നടനുള്ള അവാർഡ് കൂടി എനിക്ക് കേരള സംസ്ഥാനത്തിൽ കിട്ടി എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതിനുശേഷമാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് കൂടുതൽ വന്നത്. പിന്നെ അതിനുശേഷം എങ്കിലും ചന്ദ്രിക എന്ന് പറയുന്നൊരു സിനിമയിലൊരു ചെറിയൊരു വേഷം. പിന്നെ നദികളിൽ സുന്ദരി യമുന, അതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെ ചെറിയൊരു വേഷം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രമേണ കുറച്ച് വലിയ വേഷങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഏത് വേഷമാണ് കൂടുതൽ ഇതെന്ന് വെച്ചാൽ, എല്ലാ വേഷങ്ങളും കഥാപാത്രത്തിനനുസരിച്ച് ഒരു നല്ലതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംവിധായകന്മാരും നിർമ്മാതാക്കളും ഒക്കെ എന്നെ കാണുമ്പോൾ, എൻ്റെ ഒരു ഇത് കാണുമ്പോൾ അധികവും വില്ലൻ വേഷത്തിലേക്കാണ് അവരെന്നെയും കൊണ്ടുപോകുന്നത്. പക്ഷെ അതല്ലാണ്ടും വന്നിട്ടുണ്ട്. വില്ലൻ വേഷത്തിലേക്കാണ് കൂടുതൽ എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ മേൽശാന്തി കണക്കുള്ള ഏതെങ്കിലും റോൾ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ തന്നെ അമ്പലം? മേൽശാന്തി പോലുള്ളത് ഈ ധ്യാൻ ശ്രീനിവാസൻ്റെ നദികളെ സുന്ദരി യമുന എന്നുള്ളത് ഒരു 2-3 സീൻ, അതൊരു ശാന്തിക്കാരനായിട്ടാണ്. അത് ധ്യാൻ ശ്രീനിവാസൻ ജീവിതത്തിലും സിനിമയിലും പിന്നെ വരുന്ന സിനിമകളിലും ഞാൻ പറയാം, വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇനി ഏതാണ് പുതിയ പ്രോജക്റ്റ്? അതിനു മുമ്പേ പഴയ പ്രൊജക്റ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. പഴയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൃക്കരിപ്പൂർ ബേസ് ചെയ്തുകൊണ്ട് ഹത്തന ഉദയ എന്ന് പറയുന്ന ഒരു സിനിമ, വലിയൊരു സിനിമ, ഹത്തനെ ഉദയ. അത് പേര് ഒരു കർണാടക സ്റ്റൈലാണെങ്കിലും മലയാളമാണ് സിനിമ. പഴയതും പുതിയതായി ബന്ധപ്പെടുത്തി പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും കോർത്തിണക്കൊണ്ട് ഈ AK കുഞ്ഞിരാമൻ മണിക്കർ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ, അദ്ദേഹത്തിൻ്റെ രചനയിൽ ഒരു സിനിമ അരങ്ങേറുന്നുണ്ട്. ഏപ്രിൽ 18 ഇപ്പോൾ അത് തിയേറ്ററിൽ എത്തുകയാണ്.
ഓക്കെ, കൺഗ്രാജുലേഷൻ. താങ്ക് യു വെരി മച്ച്. അതിൽ വലിയൊരു വേഷമാണ്. അതിൽ ഇത് വില്ലൻ വേഷങ്ങളല്ല, അതിലൊരു മുഴുനീള ഒരു വൈദ്യർ, ഒരു മൂപ്പൻ കഥാപാത്രമാണ്, പഴയകാലത്തെ മൂപ്പൻ്റെ ഒരു കഥാപാത്രമാണ് അതിൽ. പിന്നെ അതിനുശേഷം വന്നതൊക്കെ അരുൺ കാലിക്കറ്റിൻ്റെ റിവെഞ്ച് എന്ന് പറയുന്നൊരു സിനിമ, പിന്നെ സായി ആനന്ദിൻ്റെ ഒരു തമിഴ് സിനിമ വഞ്ചകം, പിന്നെ വീരസ്വാമി പെരുമാളുടെ ക്രൂരൻ എന്ന് പറയുന്നൊരു ഒരു തമിഴ് സിനിമ, പിന്നെ ജോജോ ജിജോ അവരുടെ ഒരു വേനൽ പറവകൾ എന്നുള്ള സിനിമ, പിന്നെ അനീഷ് പിന്നെ റയീഷ് അവർ രണ്ടാളും സംവിധാനം ചെയ്യുന്ന ചടുലം എന്ന് പറയുന്നൊരു സിനിമ, പിന്നെ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തുകൊണ്ട് വിവേക് സംവിധാനം ചെയ്യുന്ന തത്തമ്മ കൊലക്കേസ് എന്ന് പറയുന്ന സിനിമ. അങ്ങനെയുള്ള ഒരുപാട് രംഗത്തേക്ക് അഭിനയിച്ചു വരികയാണ് ഇപ്പോൾ. അതൊക്കെ ഇറങ്ങാനുള്ള ഓരോ തയ്യാറെടുപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ റിലീസ്. ഇപ്പോൾ ഒരെണ്ണം ഏപ്രിൽ ഉണ്ടാവും, 18 ഉണ്ട്. ഏകദേശം 2-3 സിനിമകൾ മെയ് ജൂണോട് കൂടി ഇങ്ങനെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കുന്നത്. എല്ലാം നല്ല സക്സസ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. പുതിയ സിനിമകളെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. പുതിയ സിനിമകളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിൽ 15 മുതൽ റീസൺ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് റീസൺ എന്ന് പറഞ്ഞൊരു സിനിമ, പ്രശാന്ത് സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ റീസൺ എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയൊരു ക്യാരക്ടറാണത്. അത് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു 3-4 സിനിമകൾ, റീസൺ, കുള്ളി, പിന്നെ ഡോക്ടർ ബെന്നറ്റ്, സാബു സാറിൻ്റെ ഒരു സംവിധാനത്തിൽ ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്നൊരു സിനിമ, അതും എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതാണ്. പിന്നെ ഇതിലൊക്കെ ആയിട്ട് എനിക്ക് കുറച്ചുകൂടി എന്നെ മനസ്സിൽ തട്ടിച്ചൊരു കാര്യം, ഒരു വിനയ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മന്ത്രച്ചിലങ്ക എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ കഥ ഞാൻ കേട്ടു കഴിഞ്ഞ ആഴ്ച. കേട്ടപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു നമ്പൂതിരി, ഞാനൊരു നമ്പൂതിരിയാണല്ലോ, ഒരു നമ്പൂതിരി ക്യാരക്ടർ പോലെയുള്ള ഒരു സാധനമാണ് ശരിക്ക്. ഒരു നമ്പൂതിരി ആയിക്കൊണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹം എന്നെ അതിൽ ശരിക്കും ജീവിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി തോന്നുന്നൊരവസ്ഥയാണ്. അതേ ക്യാരക്ടർ തന്നെ സിനിമയിൽ ചെയ്യുന്ന പോലെ ഏകദേശം റിയൽ ലൈഫ് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ആ നമ്പൂതിരി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളും എൻ്റെ കുളി, ജപം, തേവാരം അങ്ങനെയുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റ് ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. അതിൻ്റെ എങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണോ അതോ? അത് കഥ കേട്ടു, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഏകദേശം അത് തീരുമാനമായ വിഷയമാണ്. അദ്ദേഹം അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഉള്ളത്. അതിൽ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കുടുംബമൊക്കെ ഇതിന് സപ്പോർട്ടാണോ? കുടുംബം ഭയങ്കര സപ്പോർട്ടാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ വൈഫ്, 2 മക്കൾ. വൈഫ് സീത, അവൾ സംസ്കൃത അധ്യാപികയാണ്, തൃക്കരിപ്പൂർ പിന്നെ സെൻറ്റ് പോൾസ് AUP സ്കൂൾ സംസ്കൃത അധ്യാപികയാണ്. അവളൊരു ഡാൻസറാണ്, മോഹിനിയാട്ടം, ഭരതനാട്യം നന്നായി കളിക്കുന്ന നല്ലൊരു ഡാൻസറാണ്. അവൾ ഗുരുവായൂരമ്പലത്തിലൊക്കെ ഗംഭീരമായി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിത്യേന പ്രോഗ്രാം അവൾക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ഡാൻസിൻ്റെ. പിന്നെ 2 ആണുമക്കൾ. മൂത്താൾ MTech എഞ്ചിനീയറാണ്, യൂറോപ്പിൽ സ്വീഡനിൽ ജോലി ചെയ്യുകയാണ് MTech എഞ്ചിനീയറായി. രണ്ടാമത്തെ ആൾ മംഗലാപുരം AB ഷെട്ടി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏട്ടൻ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവരും ഈ ഒരു വിഷയത്തിന് ഭയങ്കര സപ്പോർട്ടാണ്. അതൊരു ഭാഗ്യമല്ലേ? അത് ഭയങ്കര ഭാഗ്യമാണ്. എല്ലാവർക്കും സപ്പോർട്ട് കിട്ടില്ലല്ലോ. ഭയങ്കര സപ്പോർട്ട്. അത് മാത്രമല്ല, എൻ്റെ 2 ആണുമക്കൾ എന്ന് പറയുന്നത്, ഇപ്പോൾ വൈഫിൻ്റെ കാര്യം ഞാൻ ഡാൻസറാണെന്ന് പറഞ്ഞു, 2 ആണുമക്കളും നാടകം മോണോ ആക്ട് തലത്തിൽ സംസ്ഥാന വിന്നേഴ്സാണ്. 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി വരെ സംസ്ഥാന വിന്നേഴ്സാണ് 2 ആണുമക്കളും നാടകം മോണോ ആക്ട്. അതെ, അതൊരു പക്ഷേ ഭാഗ്യം. അതുകൊണ്ടായിരിക്കും അവരുടെ സപ്പോർട്ട് ഇത്രയും വരുന്നത്. വേറെ ഫാമിലി മെമ്പേഴ്സിൽ സഹോദരങ്ങളൊക്കെ കലാപരമായ രീതിയിൽ കലാപരമായിട്ട് പിന്നെ ഏട്ടൻ്റെ മോള് ഡോക്ടറാണ്. പിന്നെ അവളും നല്ലൊരു ഡാൻസറും നല്ലൊരു അഭിനേതാവുമാണ്. പിന്നെ ഏട്ടൻ്റെ മോൻ എന്ന് പറയുന്നത് CA കാരനാണ്. അവനും ഒരുപാട് നാടകരംഗത്ത് പ്രവർത്തിച്ച ആളാണ്. പിന്നെ ഏട്ടൻ അധ്യാപകനാണ്. ഏട്ടനും അത്യാവശ്യം മുമ്പ് ചെറുപ്പത്തിൽ ഏട്ടൻ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചതായി കണ്ടിട്ടുണ്ട്. പിന്നെ ഏടത്തി എൻ്റെ സ്കൂളിൽ തന്നെ ടീച്ചറാണ്. ഏടത്തിക്കും ഒരുപാട് എഴുത്ത്, വായന അതൊക്കെ അങ്ങനെയുള്ള അതിലേക്ക് പോകുന്നവരാണ്. പിന്നെ 2 പെങ്ങന്മാരാണ്. പെങ്ങന്മാർ 2 പേരും കുഴപ്പമില്ല, 2 പേരും ഡാൻസ് രംഗത്തേക്ക് ചെറുതായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു പെങ്ങളെ ഭർത്താവ് എന്ന് പറയുന്നത് മ്യൂസിക് ടീച്ചറാണ്. അദ്ദേഹം ആകാശവാണിയിലേക്ക് നന്നായി പാടി മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. ഒരു പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്യുവാണ്. എനിക്കൊന്ന് കുടുംബത്തിൽ എല്ലാവരുടെയും ബ്ലഡിൽ കലയുണ്ട്. അതുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും കുടുംബത്തിന്റെ മൊത്തം സപ്പോർട്ട് അതിഭയങ്കരമായി എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഫീൽഡിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലക്കാണ്. വിഷയമില്ല, അത് കിട്ടാൻ ഭയങ്കര കുറവാണ്. മീൻസ് അങ്ങനത്തെ ഒരു ഫീൽഡ്, ഒരു മേൽശാന്തി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിനിമ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ ഒന്നും പെട്ടെന്ന് കുടുംബത്തിൽ അംഗീകരിക്കില്ല. പക്ഷെ അതൊരു ലക്ക്. പിന്നെ മേൽശാന്തി എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ
എൻ്റെ ഇല്ലത്തേക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ താന്ത്രിക അധികാരമുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ പോലെയുള്ള ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും നമുക്കുണ്ട്. അവിടെയുള്ളവരായാലും ഈ മേൽശാന്തി ക്ഷേത്രങ്ങളിലെ അമ്പലത്തിലെ ആൾക്കാരുകളായാലും നാട്ടുകാരായാലും, ഞാൻ ചന്തേര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാരുടെ സപ്പോർട്ട്, ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ ഉദനൂർ ചന്തേര, തടിയങ്കോവൽ, കിനാത്തിൽ, പിന്നെ മാണിയാട്ട് എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങൾ ഒരു സാംസ്കാരിക പാരമ്പര്യം വല്ലാണ്ട് ഉൾക്കൊള്ളുന്നൊരു സ്ഥലമാണ്. നാടകം, ഡാൻസ്, ഇതിനൊക്കെ നെഞ്ചിലേറ്റുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അവരുടെയൊക്കെ അതിഭയങ്കരമായ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. അവരെ വർത്തമാനത്തിലും ഭാഷയിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് എന്നെ ഉയരാൻ ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ സെലിബ്രിറ്റി ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്കൂളിൽ കുട്ടികളുടെയൊക്കെ മുമ്പിൽ. ഇപ്പോഴത്യാവശ്യം ആൾക്കാരും നാട്ടുകാരും കുട്ടികളൊക്കെ അറിഞ്ഞു തുടങ്ങി. തിരിച്ചറിഞ്ഞു തുടങ്ങി സിനിമ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷമാണ്. മാഷ സിനിമ ആദ്യം പോയി കാണും. നമ്മുടെ മാഷ അതെ മാഷ ഇന്നത്. അപ്പോൾ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഞാൻ പോയപ്പോൾ ആ മാഷ കഥാപാത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിനൊക്കെ പോയപ്പോൾ അവരങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്, നമ്മളെ തിരിച്ചറിയുന്നത്. ഇപ്പൊ ട്രെയിനിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യം ഭയങ്കര അഭിമാനം. അല്ല, എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ്. ആ സപ്പോർട്ടാണ് എനിക്ക് ഉയരാനുള്ള ഒരു ഇതുണ്ടാവുന്നത്. അവരുടെ പ്രോത്സാഹനം ഭയങ്കരമാണ്. എൻ്റെ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ആയാലും, ഞാനിപ്പോൾ സ്കൂളിലാണെങ്കിലും അത്യാവശ്യം ലീവൊക്കെ എടുക്കേണ്ട സാഹചര്യം വന്നാലും മാനേജ്മെൻറ്റ്, എൻ്റെ പിന്നെ സ്റ്റാഫ്, ഹെഡ് മാഷ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അത് വലിയൊരു കാര്യമാണല്ലോ നമുക്ക്. അതെ. ഇപ്പോൾ സിനിമ, അഭിനയം, പിന്നെ എന്താ പറയുക, ഈ അധ്യാപനം, ഇതൊക്കെ അല്ലാതെ വേറെ എന്നാ ഹോബീസ്? സിനിമ, അഭിനയം, അധ്യാപനം കൂടാതെ ഞാൻ കുറച്ചു കാലം വിദേശത്ത് ജോലി ചെയ്ത ഒരാളാണ്. അതൊക്കെ വന്നു ചേർന്നതാണ്. ബഹ്റിൻ, ദുബായ്, അങ്ങനെ 2 രാജ്യത്ത് പിന്നെ ഈ സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സൊക്കെ അങ്ങനെ ജോലി ചെയ്തു. പിന്നെ അമ്മയുടെ മരണത്തോടുകൂടി, അമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു. അമ്മയുടെ മരണത്തോടു കൂടിയിട്ട് പിന്നെ നാട്ടിലേക്ക് ചേക്കേറി. പിന്നെ ഈ GCC കൺട്രി ആയിട്ട് ദുബായ്, ബഹ്റിൻ, മസ്കത്ത്, ഖത്തർ, ഇതൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ളതുകൊണ്ട് ജ്യോതിഷം, പൂജ, വാസ്തു, ഇതൊക്കെ ഈ രംഗത്തൊക്കെ കുറേശ്ശെ അറിവുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്. പിന്നെ അതിൽ ആ ഒരു ബന്ധം വരാനും ഒക്കെ കാരണം അച്ഛനാണ്. അച്ഛൻ 94 വയസ്സായി. അച്ഛൻ പിന്നെ ഇപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുവാണ്. അച്ഛൻ ഈ ജ്യോതിഷം, തന്ത്രം, ഇതിലൊക്കെ ഭയങ്കര അറിവില്ലൊരു മനുഷ്യനാണ്. കുടുംബത്തിൽ അച്ഛനായാലും ഇളയച്ചന്മാരും എല്ലാവരും അതെ. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു പാരമ്പര്യവും ആണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ അതിൽ കൂടിയാണ് നമ്മളൊക്കെ വളർന്നത്. അച്ഛൻ പറയുന്നത് കേട്ട്, അച്ഛൻ പഠിപ്പിച്ചത് കേട്ട്. പിന്നെ ഏട്ടൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ ഏട്ടൻ്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഈ താന്ത്രിക വിഷയത്തിലും പൂജാ വിഷയത്തിലും ജ്യോതിഷത്തിലൊക്കെ ഏട്ടൻ നല്ലൊരു ജ്യോതിഷി ഏട്ടൻ. അപ്പോൾ ഏട്ടൻ്റെ സപ്പോർട്ടൊക്കെ അതിഭയങ്കരമായി കിട്ടുന്നതുകൊണ്ട് അതിലും എനിക്ക് വരാൻ വേണ്ടി കഴിയുന്നുണ്ട്. ശരിക്കും മാസത്തിൽ 1-2 മാസം കഴിയുമ്പോൾ വിദേശത്തൊരു യാത്രയുണ്ട്. ജ്യോതിഷം, പൂജ, ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റി. ഓക്കെ. ഇതുവരെ ഇപ്പോൾ കുറേ സിനിമകൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ, നാടകം ചെറുപ്പത്തിലേ മുതലേ നാടകം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് സിനിമയിലേക്ക്? നാടകം ഞാൻ പറഞ്ഞല്ലോ, നാടകം ഏകദേശം 7ാം ക്ലാസ് മുതലേ നാടകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. സിനിമ സ്റ്റാർട്ട് ചെയ്തത് ഈ മെതിയടി എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം മുതലാണ് സിനിമയിലേക്കുള്ള ഒരു ഭ്രമം തുടങ്ങിയത്. ഒരു ക്യാമറേൻ്റെ മുമ്പിൽ ഒരു രസകരമായി അവതരിപ്പിക്കാമെന്നും പിന്നെ സംവിധായകന്മാരും ക്യാമറാമാരും ഒക്കെ ഒരു ക്യാമറ ലുക്ക് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു പ്രോത്സാഹനമായി. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഒരു 3 വർഷമേ ആയുള്ളൂ. 2019-20 മുതലാണ് ഈ ഒരു സിനിമാ രംഗത്തേക്ക് വന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു 1.5 കൊല്ലം കൊണ്ടാണ് ഇത്രയും സിനിമകൾ പോപ്പുലർ ആക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. തീർച്ചയായിട്ടും കാണുന്നവർ, എന്റെ പ്രേക്ഷകരാണ് എന്റെ സിനിമ കണ്ടിട്ട് എന്നെ നന്നാക്കേണ്ടത് മുഴുവൻ. ഇതുവരെ ഈ ഒരു 3 ചെറിയ ടൈം പീരീഡിൽ എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 സിനിമകൾ ഇപ്പൊ റണ്ണിങ് ആണ്. വരാനിരിക്കുന്ന ഒരു 5-6 പ്രൊജക്ടുകൾ വരാനുണ്ട്. കൈ നിറയെ സിനിമകൾ ഇട്ടട്ടെ. താങ്ക് യു. നേരത്തെ കുടുംബത്തെ പറ്റി പറഞ്ഞല്ലോ. കേട്ടതിൽ നിന്ന് വളരെ വലിയൊരു കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വടക്കൻ കേരളത്തിൽ തെയ്യം കണക്ക് ഒരുപാട് കലാരൂപങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ എന്തെങ്കിലും? വടക്കേ മലബാറിൽ തെയ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ എൻ്റെ നമ്മുടെ ഇല്ലത്ത് 10-18ഓളം തെയ്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 25 വർഷം മുമ്പെയാണ് തെയ്യം നടന്നത്. അപ്പോൾ ഇപ്പോൾ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ, നാട്ടുകാരുടെ ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമായിക്കൊണ്ടാണ് തെയ്യം നടന്നത്. കരിങ്കുട്ടി ശാസ്തൻ, രക്തേശ്വരി, പരമക്കാളി,
ഇവളാൽ ഭഗവതി, ഇങ്ങനെയുള്ള ഒരുപാട് തെയ്യങ്ങൾ, എവിടെയും കാണാത്ത ഒരുപാട് തെയ്യങ്ങൾ നമ്മളെടുത്ത് അതിഗംഭീരമായി കെട്ടിയാടി. അത് നമ്മളെ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയും നാട്ടുകാരുടെ കൂട്ടായ്മയും കൊണ്ടാണ് ഒരു ഗ്രാമോത്സവമായി അത് അതിഗംഭീരമായി കൊണ്ടാടിയത്. അത് മാത്രമല്ല, അതിൽ പങ്കെടുത്തവരും അങ്ങനെ. പിന്നെ അതിൻ്റെ തെയ്യത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, എൻ്റെ ഒരു സിനിമ ചെയ്യുന്ന NM ബൈജു സാറ്, തിരുവനന്തപുരത്ത് നിന്ന് ബൈജു സാറ്, അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ദ നെയിം ഓഫ് സച്ചിൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അദ്ദേഹം വലിയൊരു വേഷം എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 2-3 ദിവസം മുമ്പേ ക്യാമറയായി വന്ന് അദ്ദേഹവും കോബ്ര രാജേഷ്, സിനിമാ നടൻ കോബ്ര രാജേഷും കൂടി വന്ന് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എടുത്ത് വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയത്. അതൊക്കെ നമുക്ക് വലിയ സമൂഹത്തിൽ വലിയൊരു കാര്യമാണ്. നമ്മളെ വല്ലാണ്ട് അംഗീകരിക്കുന്നുണ്ട്, നമ്മളെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവരൊക്കെ എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണത്. ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടട്ടെ എന്നും ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയട്ടെ എന്നും അതൊക്കെ വൻ വിജയമാകട്ടെ എന്നും ഞാൻ ഹൃദയത്തിൽ തൊട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.